കുറെ നേരമായല്ലോ, നിനക്ക് ഐഡിയ വല്ലതും കിട്ടിയാ? ഇല്ല, കിട്ടിയില്ല. നീ വലിയ മറ്റേ തിരക്കഥാകൃത്തൊക്കെ അല്ലേടേ, എന്നിട്ട് ഐഡിയ കിട്ടിയില്ലേ? തിരക്കഥ എന്ന പോലെ അല്ല ഈ കാര്യം. തിരക്കഥ എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യമാണ്, അതറിയില്ലേ? അതെന്ത് ചേട്ടാ, തിരക്കഥ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ആരൊക്കെ എന്തൊക്കെ പറയണം എന്നുള്ളത് തിരക്കഥാകൃത്തിന് തീരുമാനിക്കാം. പക്ഷേ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഡയലോഗ് അതിന് ചേട്ടൻ പറയണമെന്ന് നിർബന്ധമില്ല. ഏത്? അതാണ് വ്യത്യാസം. എടാ, നീ വലിയ മറ്റേ തിരക്കഥാകൃത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഐഡിയ ഇല്ലെന്ന് വെച്ചാ? എന്നാ ശരി, ഞാൻ തോറ്റി. ഇങ്ങനെ അങ്ങ് പറ ഐഡിയ കേൾക്കട്ടെ. ഞാൻ എന്ത് പറയാം? എടാ, ഞാൻ മാളി വർക്ക് ചെയ്യണ ആള്. നീ മാളിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കും, ഞാൻ കൃത്യം പറഞ്ഞു തരാം. ആണോ? ശരി. ലുലു മാള്. ലുലു മാളിൽ 375 മീറ്റർ നീളം, 375 മീറ്റർ, 350 മീറ്റർ വീതി, 350 മീറ്റർ വീതി, 53 മീറ്റർ പൊക്കം. 53 മീറ്റർ പൊക്കം. എന്നാൽ യൂസഫ് അലിയുടെ വയസ്സ് എത്ര? അറിയാൻ പാടില്ല. എന്നാ മിണ്ടായിരിക്കും അവിടെ. എടാ കോപ്പ, നീ കഴിക്കാൻ വന്നാണ്? അതിനല്ലേ മൂഞ്ചി കുത്തി വന്നിരിക്കണത്. അകത്താണെങ്കിൽ നല്ലൊരു സാധനം ഇരിപ്പുണ്ട്, എങ്ങനെയെങ്കിലും അടിച്ചിട്ട് പോയാൽ മതിയായിരുന്നു. അതല്ലേ കാര്യം. എന്താണ് രണ്ടുപേരും വഴിയിലൊരു കുശുകുശുപ്പ്? ഏയ്, നിങ്ങളെന്താ ഇവിടെ നിൽക്കണേ? പി സി വന്നില്ലേ? പി സി അവിടെ അകത്തിരിപ്പുണ്ട്. എന്നാ നോക്കാത്തോട്ടോ. പി സിയുടെ കയ്യിൽ വലിയ മഴുവുണ്ട്. മഴുവാ? ആ, നീ അറിഞ്ഞില്ലേ അപ്പോൾ? ഇല്ല. എടാ, മറ്റേ ശിങ്കാരിവട്ടം പാലം ഇല്ലേ? അപ്പൊളിഞ്ഞ പാലം. ആ പാലത്തിന്റെ കമ്പിയൊക്കെ മോഷണം പോയില്ലേ? എടാ, അത് മറ്റേ പി സിയുടെ സബ് ഇൻസ്പെക്ടറും കൂടെ പോയി കണ്ടുപിടിച്ചു. എവിടെ നിന്ന്? അതാണ് രസം. അതാണ് ആ കോൺട്രാക്ടർ ഒരു 3 നില കെട്ടിടം വെച്ചേ. ആ കെട്ടിടം മൊത്തം ഈ കമ്പി വെച്ചാണ് ഉണ്ടാക്കിയെന്ന്. അത്രയും കമ്പിയാ? മുഴുവൻ. ഒരു കള്ളനാണല്ലേ? കള്ളന്മാരെന്ന് പറയാൻ പറ്റില്ല. അവരവരുടെ ജോലി ചെയ്ത് അത്രേ ഉള്ളു. സംഭവം അതല്ലെന്നേ. കഴിഞ്ഞ തവണ ആരാണ്ട് എന്തോ തേങ്ങ കട്ടെന്നും പറഞ്ഞ് പിടിച്ചില്ല, 500 രൂപയുടെ തേങ്ങ പിടിച്ചില്ല. ആ കഥയും പറഞ്ഞിട്ട് നമുക്ക് 2000 രൂപയുടെ കള്ളും മേടിച്ച് തന്ന് നമ്മളെ എത്ര മണിക്കാന്ന് വിട്ടത്? 2 മണിക്കെങ്ങാണ്ട് ഇവിടെ നിന്ന് നമ്മളെ പറഞ്ഞു വിട്ടത്. തള്ളി മറിച്ചില്ലേ? അതാണ്. ഇന്നിപ്പോൾ കേസ് വലിയ കേസായതുകൊണ്ടേ പുള്ളി തള്ളി എവിടം വരെ എത്തിക്കുമെന്നൊരു പിടിയും കിട്ടാനുള്ള. അതെ, ഞാനൊരു ഐഡിയ പറയാം. പി സി ഈ കേസ് പറയുന്നു, നമ്മളത് ഡൈവേർട്ട് ചെയ്യുന്നു. ഈ തക്കം നോക്കിയിട്ട് നീ ചറവറ ഒഴിക്കുന്നു, നമ്മളടിക്കുന്നു, പി സിയും ഫിറ്റാക്കുന്നു, നമ്മളും ഫിറ്റാവുന്നു, നമ്മൾ കൃത്യസമയത്ത് വീട് പിടിക്കുന്നു. എങ്ങനെയുണ്ട് ഐഡിയ? അത് നല്ല ഐഡിയ ആണ്. പുള്ളി എന്ത് പറഞ്ഞു തുടങ്ങിയാലേ നമുക്കത് വിഷയം മാറ്റിക്കൊണ്ടിരിക്കാം. അത് കൊള്ളാം. അത് സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും സുധീർ സാറും കൂടി വട്ടം അങ്ങോട്ട് നിന്നിട്ട് അങ്ങോട്ട് പൂട്ടിക്കളഞ്ഞു. അവന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കൂമ്പ് അങ്ങോട്ട് ഇടിച്ച് പെരിപ്പിച്ച് കളഞ്ഞു. നിസ്സാര കളിയാണ് നമ്മുടെ അടുത്ത കളി. നമ്മുടെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ എന്താവും വിചാരിച്ചേക്കണേ? സംഭവം എന്ന് വെച്ചാലുണ്ടെങ്കിൽ ഒന്ന് അവൻ്റെ കൂടെ വേറൊരാളുണ്ട്, അവനെയും പിടിച്ചു ഇവനെയും പിടിച്ചു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മൊത്തം പോലീസുകാരുടെ ഒരു പെരുമാറ്റമായിരുന്നു. എന്താ സംഭവം? എനിക്ക് ഇതുപോലെ ഇന്നിപ്പം വലിയൊരു സംഭവം വരാൻ പോകുന്നുണ്ട് കേട്ടാ. ഞാനതങ്ങോട്ട് വിളിച്ചു പറയാം. ഇതിവിടെ ഒരു ചെറിയൊരു തിരക്കുണ്ട് കേട്ടാ. ഇപ്പം തന്നെ. ഓക്കെ. ഇത് എവിടെ പോയി കിടന്നായിരുന്നടാ? ബ്ലോക്ക്? എവിടെ ബ്ലോക്ക്? റോഡ് മുതൽ. എടാ, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനല്ലേ വരാൻ പറഞ്ഞേ. അതെ, ഒരു അത്യാവശ്യ കാര്യം പറയാം. എനിക്ക് ഈ വേസ്റ്റ് ഉണ്ടല്ലോ, വേസ്റ്റ് ഒക്കെ പാട്. ആ വേസ്റ്റിന്റെ കാര്യം നിർത്ത്. ഒരു മിനിറ്റ്. എടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതെ, ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞു തീർത്തോട്ടെ. ഇവിടെ ഉണ്ടല്ല ഈ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഒഴിക്കാൻ പറയട്ടെ. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഈ സാധനം എവിടുന്ന കിട്ടിയെന്ന് അറിയാമോ? എടാ, ഇത് ഗോവയിൽ നിന്ന് എന്റെ കൂട്ടുകാരൻ കൊണ്ടുവന്നതാ. അതെ, ഗോവ. അറിയാമോ? എന്റെ ഒരു കൂട്ടുകാരൻ മുമ്പ് ഗോവയ്ക്ക് പോയി. ഒരു സെക്കൻഡ് ഒഴിക്കടാ. അടിച്ചിട്ട് എന്നിട്ട് ഇവനുണ്ടല്ല ഗോവയ്ക്ക് പോയി. കേക്കണേ പീസി, കേക്ക്. ഗോവയ്ക്ക് പോയിട്ട് ഇവൻ പിന്നെ അവിടെ ബീച്ചിലൊക്കെ കറങ്ങി നടന്നല്ല. എന്താ ചെയ്യാ? അപ്പോ അപ്പൊ ഈ ഞാൻ പറഞ്ഞോട്ടെ, അടിക്ക് സാധനം അടിക്ക്. നിങ്ങള് അടിച്ചിട്ട് പറയാലോ. അടിക്കേ. അടി. എന്റെ അമ്മോ, എന്ത് ഒടുക്കത്തെ കട്ടിയാണല്ലോടാ.
എങ്ങനെയുണ്ട്? ഇത് പച്ചള്ളായി പോയി. അതിനെന്താണ് ഞാൻ ഒരെണ്ണം കൂടി ഒഴിക്കാം. നിൽക്കുന്നത് ഇനി ഒഴിക്കാൻ വരട്ടെ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൊക്കെ നമുക്ക് പറയാന്ന് പറയാം. ഇപ്പൊ എല്ലാവരും രണ്ടെണ്ണം അടിച്ചില്ല. ഒരു മിനിറ്റ് പച്ചവെള്ളം കുടിച്ച് അങ്ങനെ കാര്യം പറയണ്ട. അല്ലേ? പച്ചവെള്ളം കുടിച്ച് കാര്യം പറയണ്ട. പീസിയുടെ പ്രശ്നം പരിഹരിച്ചിട്ട് എനിക്ക് കാര്യമുള്ളൂ. ഒന്ന് പിടിച്ചേ. ഇത് ഇവനടിച്ചിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന്. അടിച്ചിട്ട് ശരിയായില്ലെങ്കിൽ എൻ്റെ പേര് പീസിയുടെ പട്ടി കിട്ടും. അടിച്ചേ. എന്തും മര്യാദ അടിക്കതങ്ങോട്ട് എന്നിട്ട് നമുക്ക് പറയാന്ന് പറഞ്ഞില്ലേ ബി? അല്ല ഇന്ന് ഇവിടെ എല്ലാരും ഉണ്ടല്ലോ. ആന്ന് കേട്ടങ്ങട് ആ പോട്ടെ അല്ല പിന്നെ അതാണ്. എൻ്റെ അമ്മേ ഇതൊരു ഫോൺ പണി അത്യാവശ്യം സംഭവമാണ്. അത്യാവശ്യം ആരെ വിളിക്കണേ? കേട്ടാ ഒഴിക്ക് നീ ഇങ്ങോട്ട്. ആരെ വിളിച്ചെന്നറിയാമോ? ആരാണ്? SP ബാലസുബ്രഹ്മണ്യം. SP ബാലസുബ്രഹ്മണ്യം മരിച്ചില്ലേ? ഒന്നും നിർത്തടാ. അല്ല ഈ SP അല്ലേ? ഈ SP പണ്ട് എന്റെ അമ്മായിയപ്പനും കൂടി ഉണ്ടല്ലോ. നിന്റെ അമ്മായിയപ്പൻ ചത്ത്. അല്ല അത് കഴിഞ്ഞ വർഷം ജൂൺ 5-ാം തീയതി. ഇതല്ല. എടാ നീ ഇപ്പൊ എന്തെന്ന് പറഞ്ഞേ? ഡേറ്റ് ജൂൺ 5-ാം തീയതി. ജൂൺ 5. അപ്പൊ ഇന്നത്തെ ഡേറ്റാ? ഇന്നേതാ ഡേറ്റ്? ഇപ്പൊ ഡിസംബർ 10. ഡിസംബർ 10. പോയടാ പോയി. എന്ത് പോയി? എന്റെ ജീവിതം പോയടാ. എന്ത്? എന്റെ ജീവിതം പോയടാ. എന്ത് രീതി? ഞാനിനി അങ്ങനെ വീട്ടിൽ പോകൂടാ. ഡിസംബർ 10 വീട്ടിൽ കഴിച്ചില്ലേ? എന്റെ മല്ലികയുടെ ബർത്ത്ഡേ എടുത്തത്. മല്ലിക? ഏത് മല്ലിക? എന്റെ ഭാര്യ മല്ലിക. അവളെയും കൂട്ടി അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെന്താണ് അമ്പലത്തിൽ ഇനിയും പോവല്ല? ഈ കള്ളം കുടിച്ചിട്ട് അമ്പലത്തിൽ പോകണം. അതിനെന്താണ്? ഞാൻ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടല്ലോ വെള്ളം അടിച്ചിട്ട്. ക്രിസ്മസിനൊക്കെ എനിക്കൊരു ബോധം ഉണ്ടാവാറില്ല. പിന്നെ അല്ലേ എടാ രഞ്ജിത്ത, ഞാനിനി എന്തുട്ര ചെയ്യണേ? അല്ല PC അതല്ല. നിങ്ങൾ ഇങ്ങനെ പറയല്ല. കരയല്ലേ? ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കൂടാ? അതെ ഇതങ്ങടെ കുടിച്ചേ. കുടിച്ചേ നിങ്ങൾ ഇത് പറഞ്ഞ അടിച്ചേ. എല്ലാത്തിനും സമാധാനം. ഞാൻ എടാ ഇങ്ങനെയൊക്കെ എന്റെ മല്ലിക എന്ത് അടിക്കത് എന്നെ പറ്റി അടി പോട്ടെ 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 ഇറങ്ങട്ടെ അങ്ങട്. എന്റെ മല്ലിക. ഓക്കെ അതെ ഒരു കാര്യം ചേച്ചിയുടെ ബർത്ത്ഡേ നമ്മളിന്ന് പൊളിക്കും. അങ്ങനെ അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. എന്താ വെച്ചാൽ പീസിനെയും കൊണ്ട് വീട്ടിലേക്ക് നോക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യോടാ. പറഞ്ഞു. ഒരു ഡോറേനെ മേടിക്കോ? ഡോറപ്പാവയില്ലേടാ? ഡോറപ്പാവ ചുവന്ന കളറുള്ളത്. എടാ ഒരു ഡോറപ്പാവനെയും കൂടി മേടിക്കട്ടാ. പിന്നെന്താ? അയ്യേ ഒരു പോലീസുകാരൻ ഇങ്ങനെ കിടന്ന് പട്ടി പോകണ പോലെ പിടിച്ചാ വന്ന് പിടിച്ചേന്നേ. ഒരു കാഞ്ചി ഇറങ്ങിക്കോ. എവിടെ പോയി? നമുക്ക് അവിടെ പോയിട്ട് പേര് സെറ്റ് ചെയ്യാം. അല്ല ഇത് തീർക്കണ്ട്. ഇറങ്ങിക്കോ. നീ വേണം ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അങ്ങ് വന്നേക്കാം. എന്താ എൽദോയ്ക്ക് ഇത് എന്തിന്റെ കേടാണ്? ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് വിളിക്കുന്നത്? നമ്മൾ അങ്ങോട്ട് തന്നെയല്ലേ പോണത്? ആന്ന് ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്ത പരിപാടിയല്ലേ നമ്മള്. ധൃതി പിടിക്കേണ്ട കാര്യം എന്താണ്? അതെ ഈ നമ്മൾ ഈ ഡോറേനെ മേടിക്കാത്തതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടാവോ? എടാ നമ്മൾ ഒരുപാട് അന്വേഷിച്ചില്ലേ ഈ ഡോറെ. കേക്ക് വാങ്ങിച്ചല്ലോ, അതുപോലെ മതിയോ അല്ലേ?
മതിയാവും. എന്നെടുക്കും വണ്ടി എടുക്കും. പിന്നെ അവിടെ രഞ്ജിത്തെ ഈ ഡോറയെന്ന് പറഞ്ഞാൽ എന്തോന്നാ? അത് ഭയങ്കര രസമുള്ള സംഭവം. അത് കൂട്ട് ബുജിയൊക്കെ ഉണ്ട്. ബുജി പൂജിയാ? പിന്നെ കുറുനിധി ഉണ്ട്. കുറുനിധി മോഷ്ടിക്കാറ്. ആ അതല്ലേ എടാ മല്ലിക കലിപ്പിലാണെന്ന്. നീ എന്തിനാണ് അവൾ ശല്യപ്പെടുത്തിയ? എടാ മല്ലിക പ്രശ്നത്തിലാണ് ഭയങ്കര. കലിപ്പുണ്ടാവില്ല. ബർത്ത്ഡേ മറന്നുപോയാലും. എടാ ഇപ്പം ബർത്ത്ഡേ മറന്നു പോയി കഴിഞ്ഞാൽ ആരായാലും കലിപ്പുണ്ടാകും. ഇത് അതൊന്നുമല്ല, വേറെ എന്തൊക്കെയാണ്. ഇങ്ങനെ വെള്ളമാണ്. അതെ 1 2 3 പറയുമ്പോ ഹാപ്പി ബർത്ത്ഡേ പാടിക്കുള്ള സർപ്രൈസ്. 1 2 3 ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു മല്ലിക ചേച്ചി. ഹാപ്പി ബർത്ത്ഡേ ടു യു. വിജയ, ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആവാന്നാ? മറന്നുപോയതിന്റെ ദേഷ്യം. അതിപ്പോ ഞാൻ സോൾവ് ചെയ്ത് തരാം. നോക്കിക്കോ. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പോവാം. പ്രശ്നം ഇട്ടിട്ട് ശരിയാവില്ല. എന്താണ് പോയി മേടിക്കും. ഞാൻ സോൾവ് മല്ലിയെ 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 ഞങ്ങള് വന്നു. എത്തി എല്ലാവരും. എന്താ ഉദ്ദേശം? ഉദ്ദേശം ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. നിർത്തടാ. മല്ലിക ചേച്ചി, കേക്ക് മാത്രം വാങ്ങിക്കാനേ പറ്റുള്ളൂ. അത് ഡോറേനെ കിട്ടിയില്ല. ഡോറ കിട്ടിയില്ലേ? കിട്ടിയില്ല. പക്ഷെ അത് ഞങ്ങൾ നാളെ വാങ്ങിച്ചത് എങ്ങുമില്ല. അതുകൊണ്ടല്ലേ. എൻ്റെ ഏതുപോലെ ഇതാനും ഒരു മറവ് പറ്റും. അതങ്ങ് ക്ഷമിച്ചാളാ. നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന്. ആ മറക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എല്ലാ ദിവസവും ഓർക്കല്ലേ? എല്ലാ ദിവസവും. ആ നിങ്ങൾ ഇങ്ങനെ കൂട്ടുകാരല്ലേ? നിങ്ങൾ പറ, ഒരാൾക്ക് ഒരു വർഷം എത്ര ബർത്ത്ഡേ ഉണ്ടാവും? അത് ഒരാൾക്ക് ഒരു വർഷം ഒരു ബർത്ത്ഡേ. രണ്ടും ഡേറ്റ് ഓഫ് ബർത്തും. ആ അങ്ങനെയാണെങ്കിൽ 3. ആ ഇംഗ്ലീഷ് മാസം, മലയാള മാസം, ഹിന്ദി മാസം. അല്ല ഹിന്ദി ഇല്ല, ഈ ഫേസ്ബുക്കില്ലേ, ഫേസ്ബുക്കിലെ ആൾക്കാർ ഈ ഡേറ്റ് മാറ്റിയിട്ട് അത് ആഘോഷിക്കാറുണ്ട്. 3. ഓട്ടെ, ഒരാൾക്ക് മാക്സിമം വന്ന ഒരു വർഷം 5 ബർത്ത്ഡേ ഉണ്ടാവും. 5 ബർത്ത്ഡേക്ക് ആരാഘോഷിക്കും? 5 പ്രാവശ്യം ജനിക്കേണ്ടി വരും ഒരാളൊക്കെ. ആ നടക്കുന്നില്ല. ഈ മാസം ഞാൻ ആഘോഷിക്കുന്ന എത്രാമത്തെ ബർത്ത്ഡേ ഇതെന്ന് നിങ്ങൾക്കറിയോ? ഇതും കൂടെ കൂട്ടി 8ാമത്തെ ബർത്ത്ഡേ. പോയി. നിങ്ങൾ കള്ളും കുടിച്ച് നിങ്ങളുടെ പാട്ടിനങ്ങ് പോവും. ഈ മനുഷ്യൻ എങ്ങനെ ഇവിടെ കേറി വരുന്നേന്ന് അറിയോ? അത് 4 കാലിലായിരിക്കും, ഉറപ്പല്ലേ? ആ റൂമിലൊന്ന് കേറി നോക്ക്. ഡോറെ തട്ടിട്ട് നടക്കാൻ വയ്യ, അത്രയ്ക്കുണ്ട് അവിടെ. അതാണ് നമ്മൾ നോക്കിട്ടേക്ക് കാണാഞ്ഞത്. കംപ്ലീറ്റ് ഡോറത് ഇവിടെ വന്നിട്ടാണ് കള്ള പോലീസ്. നിർത്തടാ. ഇങ്ങനെ കള്ളും കുടിച്ച് ഫിറ്റായി വരുന്ന ദിവസം എല്ലാം എന്റെ ബർത്ത്ഡേയാ. ഇനി ഈ ബർത്ത്ഡേ കൂടെ ഞാൻ ആഘോഷിക്കണോ? നിങ്ങൾ പറ. വ്യാസേട്ടാ, മല്ലികേച്ചി, ഈ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല എനിക്ക്. അല്ല മല്ലികേ, ശരിക്കും നിന്റെ ബർത്ത്ഡേ എന്നാ?
നമുക്ക് നാളെ ആഘോഷിച്ചാലോ? Tata Company.